ലോകത്തിൽ വ്യത്യസ്തമായ പല തത്വചിന്തകളും സാരോപദേശങ്ങളും മതങ്ങളും തത്വചിന്തകന്മാരുമുണ്ട്. നവോത്ഥാന നായകന്മാരുണ്ട്. ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പലരുടെ നേതൃത്വത്തിൽ അനേക സമൂഹങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആ സമൂഹങ്ങൾക്കൊന്നും ലോകത്തിലാകമാനം ഒരു പരിവർത്തനം വരുത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, കാലപ്പഴക്കത്തിൽ പല സമൂഹങ്ങളും മൺമറഞ്ഞു പോയി. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ വളം നൽകി, ആത്മാവിൻ്റെ വെള്ളം നൽകി, ത്യാഗത്തിൻ്റെ ശക്തിയിൽ വളർത്തിയെടുത്ത ഒരു സമൂഹമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ സഭ. ഒരു വസ്തുത പ്രത്യേകം പറയട്ടെ. ക്രിസ്തുവിൻ്റെ പേരിൽ തട്ടിപ്പുകളും ചേരിപ്പോരുകളും നടത്തുന്ന അനേക സംഘടനകൾക്ക് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സഭയുമായി യാതൊരു ബന്ധവുമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോടും സ്വഭാവത്തോടും ചേർന്നു പോകുന്ന സഭയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്ത സഭയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട സഭയാണ്. ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുന്ന സഭയാണ്. കുരുടന്മാർക്ക് കാഴ്ച നൽകുന്ന സഭയാണ്. പീഡിതന്മാരെ വിടുവിക്കുന്ന സഭയാണ്. ക്രിസ്തുവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുന്ന സഭയാണ്. സമാധാനമുണ്ടാക്കുന്ന സഭയാണ്. ശക്തി നിർഭരമായ സഭയാണ്. യേശു സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വിവിധ അംഗങ്ങളായി, ഏകോദര സഹോദരങ്ങളായി, പരസ്പര പൂരകങ്ങളായി സ്നേഹബഹുമാനങ്ങൾ പങ്കിട്ട് ജീവിക്കുന്ന സഭയാണ്. ദൈവജീവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന, നിരന്തരമായി ദൈവമഹത്വം മാത്രം ദർശിക്കാൻ കഴിയുന്ന സഭയാണ്. ആ സത്യസഭ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വലിയ അനുഗ്രഹമാണ്, ശക്തി സങ്കേതമാണ്. യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ ആ സഭയെ ജയിക്കുകയില്ല. ലോകത്തിൽ പല സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും യേശുവിൻ്റെ സഭ ഇന്നും വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ലോകത്തിലാകമാനം പല വ്യക്തികൾ, നേതാക്കന്മാർ, സംഘടനകൾ, വ്യത്യസ്ത ജാതികൾ ക്രിസ്തു സഭയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാൻ ശ്രമം നടത്തുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തു സഭ ദൈവത്താൽ സ്ഥാപിതമായതിനാൽ ആ സഭയെ ആർക്കും തകർക്കാൻ കഴിയുന്നില്ല. ആ സഭ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ആ സഭയിൽ പങ്കാളികളാകാൻ ആഗ്രഹമില്ലേ? എന്താണ് യേശുക്രിസ്തുവിൻ്റെ സത്യസഭ എന്ന് വിശദീകരിക്കുന്ന ബൈബിളിലെ പുതിയ നിയമം വായിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്.